ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നോമ്പൊക്കെ ഇങ്ങനെ റാഹത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ കുട്ടീസിനൊക്കെ സ്കൂളും അംഗനവാടിയൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. നമ്മുടെ നോമ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് അംഗനവാടിക്ക് സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിടുന്നത്. ഫൈസിക്കുട്ടിക്ക് ചെറുതായിട്ട് പനി ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം പോയിട്ടില്ല കേട്ടോ ആൾ. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉച്ച വരെ ഉള്ളൂ കേട്ടോ. അവിടെ മുസ്ലിം സ്കൂളാണ്. അപ്പോൾ കൂടുതൽ ടീച്ചേഴ്സും എല്ലാം മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വിടും, 1:30ക്ക് വിടും. പക്ഷേ നമ്മളവിടെ എത്തുമ്പോൾ 2 മണിയൊക്കെ ആവും കേട്ടോ. കാരണം സെക്കൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് 2 മണി 2:15 ആവും. അപ്പോൾ രാവിലെ തന്നെ വേഗം അടിച്ചു വാരലും തുടക്കലും കാര്യങ്ങളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. ഫൈസിക്കുട്ടി നീച്ചിട്ട് കുളിക്കുന്നുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ അവിടെ കുളിക്കാൻ വേണ്ടി ബാത്റൂം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ റൂമിൽ ഇഷ്ടംപോലെ തുണികൾ. എല്ലാ പ്രാവശ്യം അടിച്ചു വരുമ്പോൾ കുറച്ച് തുണികളല്ലേ നമുക്ക് വേഗം അടിച്ചു വരിടാം, ബാക്കി പിന്നെ മടക്കാമെന്ന് വിചാരിക്കും. പക്ഷേ പിന്നെ ഓരോ കാര്യത്തിൽ പെട്ട് അതങ്ങോട്ട് മറക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും കൈയോട് കൂടിയിട്ട് മടക്കി വെച്ച ശേഷം അടിച്ചു വരാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഇന്നലത്തെയും ഇന്ന് തിരുമ്പിയതും കൂടി വൈകുന്നേരം ഉണയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബെഡും റൂമൊക്കെ ആയിട്ട് ഫുള്ളാവും. അപ്പോൾ എന്നാലും കൈയോടെ മടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണങ്ങിയതുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി വെച്ച് പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് 3-4 ദിവസമായി. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റി തിരുമ്പാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് വേറൊരു തൽക്കാലം ഒരു കുഞ്ഞി ബെഡ്ഷീറ്റ് വിരിച്ചു. ഈ റൂമിൽ നമ്മൾ ആരും കിടക്കാറില്ല കേട്ടോ. ഇപ്പയോ അല്ലെങ്കിൽ ഇക്കാൻ്റെ പെങ്ങന്മാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് ഈ റൂമിൽ കിടക്കാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിലും 3-4 ദിവസമാകുമ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട് കേട്ടോ. ഇവരും കുട്ടികളിങ്ങനെ കയറിയിട്ടൊക്കെ നാശമാവും. പിന്നെ നമ്മുടെ ഫൈസിക്കുട്ടിയും അതുക്കുട്ടിയും സ്കൂളിൽ പോകുന്നുണ്ട്. അവർ അതുൻ്റെ ഉപ്പയാണ് കേട്ടോ കൊണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ നേരത്തെയാണ് 1:30ക്ക് വിടുന്നതുകൊണ്ട് തന്നെ നേരത്തെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 9 മണിക്ക് വണ്ടി വരും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അടിക്കൽ കഴിഞ്ഞു. പിന്നെ നമ്മളെ ഫാദുക്കുട്ടി ഇന്നലെ തൊട്ട് പറയുന്നുണ്ട് അംഗനവാടി കൊണ്ടുപോകാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഇട്ടിട്ട് ഉപ്പേരി വേണമെന്ന്. പിന്നെ ഫൈസിക്കുട്ടിക്കും ഫാദുക്കുട്ടിക്കും രാവിലെ കഴിക്കാൻ കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വൈകുന്നേരം വരെ അതേപോലെ ഉണ്ടായിരുന്നു. ഫൈസി കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. ഫാദുക്കുട്ടി തീരെ കഴിച്ചില്ല. പിന്നെ മീൻ വെച്ചിട്ടുണ്ടായിരുന്നു. നോമ്പ് തുടങ്ങിയിട്ട് മീൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതുവരെ. അപ്പം എന്തായാലും മീൻ വെച്ചിട്ടുണ്ട്. ഇത് എന്തൊരു മീനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയിലപ്പാരയാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെ മേലൊരു മുള്ളൊക്കെ ഉണ്ടാവില്ല, അതിങ്ങനെ ചെത്തിക്കളയും. തൊലിയൊന്നും കളയണില്ല, ഇങ്ങനെ ചെളുക്ക പോലത്തെ സാധനം ഇങ്ങനെ കളയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു മീനാണ്. പക്ഷേ എനിക്കെന്തോ കണ്ടിട്ടൊരു ഇഷ്ടപ്പെട്ടില്ല അവനെ. പക്ഷേ കറി വെച്ചപ്പോഴും പൊരിച്ചപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ, നമ്മൾ ടേസ്റ്റ് ഇല്ലാന്ന് വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ ചിലപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. പക്ഷേ ചില മീനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും, നല്ല ഫ്രഷ് ആണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കറി വെച്ച് കഴിഞ്ഞാലും പൊരിച്ച് കഴിഞ്ഞാലൊന്നും ചിലപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. അതുപോലെ ഇന്ന് ഇത് കാണാൻ വലിയ ലുക്കൊന്നുമില്ല, പക്ഷേ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മീനൊക്കെ നന്നാക്കി എടുക്കുകയായിരുന്നു. പൂച്ചകളെ ഒരു എന്താ പറയുക ഒരു പാട്ടും അപ്പുറത്ത് താഴത്തുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കാക്കകളാണെന്നുണ്ടെങ്കിലോ ലോകത്തുള്ള എല്ലാ കാക്കകളും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു മീൻ തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളിൽ നിന്ന് നന്നാക്കിയതിന് മീൻ മണം ഉള്ളിൽ കൂടെ ഒക്കെ മണം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തുനിന്ന് നന്നാക്കിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ടൈമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളിൽ വെച്ച് നന്നാക്കും. ഇന്ന് ഉള്ളിൽ നിന്നാൽ മതിയെന്ന് തോന്നുന്നുണ്ട്. കാരണം കാക്കകൾ മനുഷ്യരുടെ തലമ്മ കൊത്തി ഇതാക്കണ പോലെ തോന്നിയിട്ട് ഇതാ അപ്പുറത്ത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ കാക്ക വന്നിട്ട് ക്യാമറേൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആളത് കണ്ടിട്ടില്ല, ആളെ വീഡിയോ എടുക്കണ വിവരം. അങ്ങനെ മീനും കാര്യങ്ങളൊക്കെ കഴുകി. ഇപ്പോഴൊക്കെ നമ്മുടെ ഫാദുക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അവളിപ്പോൾ എന്തായാലും രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് നീക്കാറുള്ളത്. എന്തായാലും 10:30 ആകുമ്പോഴത്തേക്കും നമുക്ക് അംഗനവാടി കൊണ്ടാക്കിയാൽ മതി. അപ്പോൾ ഒരു 9 മണി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഫൈസിക്കുട്ടി പോയ ഉടനെ തന്നെ വേഗം മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് കൈയോട് കൂടിയിട്ട് കറി വെക്കാനുള്ളതും അതുപോലെ വറുക്കാനുള്ളതും മാറ്റി വെക്കാമെന്ന് വിചാരിച്ച്. കറി വെക്കാനുള്ളത് ഒരു 3 മീനൊക്കെ എടുക്കണുള്ളൂ കേട്ടോ. അങ്ങനെ അത് കഷ്ണാക്കി വെച്ചു. ബാക്കിയുള്ളത് പൊരിക്കാനുള്ളത് ഇങ്ങനെ വരഞ്ഞും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ മസാല ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചു. കറി വെക്കാനുള്ളത് പുറത്ത് തന്നെ വെച്ച്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് 9:45 ആയിട്ടുണ്ടായിരുന്നു. ഫാദുക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വേഗം ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. തുടക്കലും കഴിഞ്ഞിട്ട് ആളെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ വേഗം ഒന്ന് എല്ലായിടും ഒന്ന് തുടച്ചിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് നമ്മുടെ തുടപ്പ് പൊട്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ ദിവസം തുടയ്ക്കാറില്ല. കാരണം ഇങ്ങനെ കുഞ്ഞിങ്ങനെ ഇരുന്ന് തുടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തുടക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ പുതിയ മോപ്പ് വാങ്ങിയപ്പോൾ എനിക്ക് എന്താ അറിയില്ല, തുടക്കാൻ ഭയങ്കര പൂതി കേട്ടോ.
അത് പിന്നെ അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് കേട്ടോ, പുതിയ ചൂല്, പുതിയ എന്താ പറയുക തുടപ്പ്, പുതിയ സോപ്പൊക്കെ വാങ്ങിച്ച് എനിക്ക് തിരുമ്പാനും എന്താ പറയുക അടിക്കാനും തുടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അല്ലാത്ത ദിവസം ഇഷ്ടമല്ല എന്നല്ല, എന്നാലും പുതിയ സാധനം കൊണ്ട് ഇതാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും. അങ്ങനെ വേഗം തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല കാറ്റും പൊടിയൊക്കെ അല്ലേ, അതുകൊണ്ട് ഡെയിലി തുടച്ചാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ നന്നായിട്ട് പൊടിയൊക്കെ ആവും കേട്ടോ. അതുകൊണ്ടാണ് ഡെയിലി തുടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിതാ നമ്മുടെ ഫാദുക്കുട്ടീനെ അംഗനവാടിയിലേക്ക് കൊണ്ടാക്കി വന്ന് തിരിച്ച് നമ്മുടെ അന്നക്കുട്ടിനെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവൾക്കിപ്പോൾ എക്സാമും കാര്യങ്ങളൊന്നുമില്ല, ലീവാണ്, സ്റ്റഡി ലീവാണ് കേട്ടോ. അങ്ങനെ അവളും കൂടെ വന്ന് പിന്നെ അവൾ ഫോണിലല്ല TV ഒക്കെ കേട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം തിരുമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫൈസിക്കുട്ടി 2 മണിയാകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ അപ്പോഴത്തേക്കും ചോറ് വെക്കാമെന്ന് വിചാരിച്ച്, പിന്നെ നമ്മുടെ നന്നായിട്ടുള്ള മീനുണ്ടല്ലോ അത് കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് വൈകുന്നേരത്തിന് ചപ്പാത്തിയോ എന്തെങ്കിലും കടി ഉണ്ടാക്കിയാൽ മതി, മീൻ കറി ഉണ്ടാവുമല്ലോ ഓൾറെഡി. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറുള്ളിയല്ല സവാളയാണ് എടുത്തത്. സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും കൂടി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മുളക് ഇട്ടിട്ടാണ് വെക്കുന്നത്. ഇവിടെ കൂടുതൽ നമ്മൾ മീൻ മുളക് ഇട്ടിട്ടാണ് വെക്കാറുള്ളത്. തേങ്ങ അരച്ച് വെക്കുന്നത് കുറവാണ് കേട്ടോ. തേങ്ങാപ്പാലും തേങ്ങ അരച്ച് വെക്കുന്നത് കുറവാണ്. കൂടുതലും ഇങ്ങനെയാണ് വെക്കാറുള്ളത്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 പീസ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് നമ്മൾ ഏകദേശം വേവാനായിട്ടുണ്ട്. ചോറ് വെന്ത ശേഷം അടുപ്പ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് നമ്മുടെ നോമ്പ് തുറക്കുന്ന ടൈമാണ് കേട്ടോ. ബാക്കിയൊന്നും വീഡിയോസൊന്നും എടുത്തില്ല. നമ്മുടെ അന്നക്കുട്ടിക്ക് നമ്മൾ ഫോണിൽ രാജാറാണി മൂവി ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കാൻ ഇന്ന് നമ്മൾ പപ്സ് സമൂസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ കുറേ എണ്ണക്കടിയൊന്നും വാങ്ങിക്കാറില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കാറുള്ളൂ കേട്ടോ. കാരണം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവിൽ മിൽക്ക് ഉണ്ടാക്കിയതാണ്. അവിൽ മിൽക്കിൻ്റെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതിലെല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇങ്ങനെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതും നട്ട്സും പിന്നെ ഷുഗർ പൊടി അടക്കമുണ്ട്. നമ്മൾ പൊരിയാവിലുണ്ടാവും. പിന്നെ നമ്മൾ പഴം, പാല് അത് മാത്രം നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. ബൂസ്റ്റ് വേണമെങ്കിൽ ബൂസ്റ്റും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു പാക്കറ്റിന് 20 രൂപ 30 രൂപയൊക്കെയാണ് കേട്ടോ. റേറ്റ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും സംഭവം നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് മധുരമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് വയറും ഒക്കെ നന്നായിട്ട് നിറയും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഈ ഒരു ഗ്ലാസ് ഫുള്ള് കുടിച്ച്. പിന്നെ ഇക്കാൻ്റെ പകുതി ഉണ്ടായിരുന്നു. ഇക്കാക്ക് ഇങ്ങനെ ഒരുപാട് മധുരം സ്വീറ്റ് അതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ആളുടെ ഞാൻ കുറച്ച് കുടിച്ചു. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ.